മലയാളി വ്യവസായി CJ റോയിയുടെ ആത്മഹത്യ രാജ്യത്താകെ രാഷ്ട്രീയ വ്യവസായ ലോകത്ത് വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ തുടർച്ചയായ നടപടികളും സമ്മർദ്ദങ്ങൾക്കും ഈ മരണവുമായി ബന്ധമുണ്ടെന്ന ആരോപണമാണ് പ്രതിപക്ഷം ശക്തമായി ഉയർത്തുന്നത്. കുടുംബത്തിന് ലഭിച്ച കുറിപ്പിൽ വിദേശ നിക്ഷേപങ്ങളിലെ തിരിച്ചടികളും പരിശോധനകളുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളും പരാമർശിക്കപ്പെട്ടതായാണ് പുറത്തുവരുന്ന സൂചനകൾ. ഇതും ഈ വാദത്തെ കൂടുതൽ ഗൗരവത്തിലാക്കുന്ന കാര്യമാണ്. ഇതിനൊപ്പം കേന്ദ്ര അന്വേഷണ ഏജൻസികളായ ED, CBI, ഇൻകം ടാക്സ് വകുപ്പുകൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുവെന്ന ആരോപണവും വീണ്ടും മുൻനിരയിലേക്ക് എത്തുകയാണ്. 2014 ശേഷം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ അന്വേഷണം ശക്തമാക്കുകയും പിന്നീട് അവരിൽ ചിലർ BJPയിലോ NDAയിലോ ചേർന്നതോടെ കേസുകളുടെ വേഗം മന്ദഗതിയിലാവുകയും പതിയെ കേസേ ഇല്ലതാവുകയും ചെയ്യുന്നുണ്ടെന്നാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യം. ഈ പ്രവണതയെ പ്രതിപക്ഷം വാഷിംഗ് മെഷീൻ രാഷ്ട്രീയം എന്നാണ് പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസ് 2024 നടത്തിയ ഒരു അന്വേഷണത്തിൽ വിവിധ പാർട്ടികളിൽ നിന്നുള്ള 25 നേതാക്കളെ കുറിച്ച് പരിശോധിച്ചപ്പോൾ ഭരണപക്ഷത്ത് ചേർന്നതിന് ശേഷം ഇവരുടെ പേരിലുള്ള കേസുകൾ അവസാനിച്ച കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. അജിത് പവാർ, പ്രഫുൽ പട്ടേൽ, ഹിമന്ത ബിശ്വ ശർമ്മ, അശോക് ചവാൻ, നവീൻ ജിൻഡാൽ, സുവേന്ദു അധികാരി, CM രമേശ് തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രമുഖ നേതാക്കളുടെ കേസുകളിൽ സംഭവിച്ച മാറ്റങ്ങൾ ഈ ചർച്ചയെ കൂടുതൽ ശക്തമാക്കുന്നുണ്ട്. ഔദ്യോഗികമായി അന്വേഷണ ഏജൻസികൾ ഈ ആരോപണങ്ങളെ നിഷേധിക്കുന്നുമുണ്ട്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസുകൾ അവസാനിപ്പിച്ചത് എന്ന നിലപാടാണ് അവർ ആവർത്തിക്കുന്നത്. എന്നാൽ രാഷ്ട്രീയ പ്രതിപക്ഷം ചോദിക്കുന്നത് മറ്റൊന്നാണ്. കേസുകളുടെ ഗതിയിൽ രാഷ്ട്രീയ ബന്ധങ്ങൾ സ്വാധീനിക്കുന്നുണ്ടോ എന്നതാണ് ആ ചോദ്യം. CJ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിവാദവും വിവിധ നേതാക്കളുടെ കേസുകളിൽ കണ്ടുവരുന്ന മാതൃകയും ചേർന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ സ്വാതന്ത്ര്യവും രാഷ്ട്രീയ ഇടപെടലും സംബന്ധിച്ച് ദേശീയതലത്തിൽ വലിയ ചർച്ചയ്ക്കാണ് വഴിവെക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടതും വിഷയത്തിന്റെ ഗൗരവം അടയാളപ്പെടുത്തുന്നുണ്ട്.